ഹലോ ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതാ ആലിമിൻ്റെ അംഗനവാടിയിൽ നിന്ന് കുറച്ച് ഇതേപോലത്തെ തൈകൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ. കഴിഞ്ഞ വർഷവും ഇതേപോലെ തന്നെ ആലിമിൻ്റെ അംഗനവാടിയിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നേ. വഴുതനങ്ങ തൈയും തക്കാളി തൈയും മുളകും തൈയും ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കൂടാണ്ട് കുറച്ച് വിത്തുകളും കിട്ടിയിട്ടുണ്ടായിരുന്നേ. അപ്പം അതേപോലെ തന്നെ ഈ വർഷവും കിട്ടിയിട്ടുണ്ട്. പയറും വെണ്ടയ്ക്കയും ചീരയും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഇതൊക്കെ എല്ലാം നമുക്കൊന്ന് നട്ടു കൊടുക്കണം. അപ്പം അതിന് മുന്നേ ആയിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം ഈ ഒരു ട്രമ്മിൽ വേപ്പിൻ്റെ നട്ട് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അതിപ്പോൾ അത്യാവശ്യം പിടിച്ചൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ ഒന്ന് മേളിലേക്ക് എത്തിക്കണം. മേളിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും മേളിലേക്ക് എത്തിക്കണം. അപ്പോൾ 2ാം നിലയുടെ മേളിലാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഡ്രമ്മ് വാങ്ങിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുറേ കഷ്ടപ്പെട്ടിട്ടാണ് ഈ ഒരു ഡ്രം എനിക്ക് കിട്ടിയത്. ഇത് അന്വേഷിച്ച് ഞാൻ ഒരുപാട് ദൂരം പോയി. നമ്മുടെ അടുത്ത് കിട്ടുമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. പിന്നെ കുറേ നോക്കി ലാസ്റ്റ് ഡ്രമ്മ് മാത്രം വിൽക്കുന്ന ഒരു കമ്പനി ചെന്നിട്ടാണ് കേട്ടോ ഞാൻ ഇത് വാങ്ങിച്ചത്. അപ്പം അതിൻ്റെ മേൽഭാഗമൊക്കെ ഒന്ന് അവർ തന്നെ കട്ട് ചെയ്ത് റെഡിയാക്കി തന്നു. അപ്പോൾ ഒരെണ്ണത്തിന് 50 രൂപയാണ് കേട്ടോ വന്നത്. അപ്പം നമുക്ക് ഇങ്ങനത്തെ ഡ്രമ്മായിരുന്നു വേണ്ടത്. അധികം വലുത് എനിക്ക് വേണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇതൊന്നും മേളിലേക്ക് എത്തിക്കാനായിട്ട് ഞാൻ ആഹിലിൻ്റെ ഹെൽപ്പ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ആഹിലും മടി പിടിച്ചിട്ടാണ് കൊണ്ടുപോണത്. ആഹിലിന് വലിയ ഇഷ്ടമൊന്നുമില്ല ഹെൽപ്പ് ചെയ്യാനായിട്ട്. എങ്കിലും ഞാൻ പറഞ്ഞതല്ലേ എന്ന് വിചാരിച്ച് കൊണ്ടുപോവാം കേട്ടോ. അപ്പം ആലിമ് മുമ്പിലും പുറകിലായിട്ട് പോകുന്നുണ്ട്. 3ാമത്തെ ഡ്രം കൊടുത്ത് ഞാനും മേളിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. 3ാമത്തെ ഡ്രമ്മിൽ നമ്മളിപ്പോൾ ഒന്നും നട്ടിട്ടില്ല കേട്ടോ. എന്നാലും ഞാൻ മണ്ണൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കരിയിലൊക്കെ കിട്ടുമ്പോൾ അതൊക്കെ ഇടാമെന്ന് വിരിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം അതിലിപ്പോൾ എന്തെങ്കിലും തൽക്കാലം നട്ട് കൊടുക്കണം. അപ്പോൾ നമുക്ക് തൈകൾ എടുക്കാം കേട്ടോ നടാനുള്ളത്. ഇതൊക്കെയാണ് കിട്ടിയിരിക്കുന്നത്. വെണ്ടയ്ക്കയും തക്കാളിയും പച്ചമുളകും വഴുതനങ്ങയും. ഇതിൽ വഴുതനങ്ങ നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആലിമിന് കുറച്ച് ദിവസമായിട്ട് അംഗൻവാടി പോവാത്ത കൊണ്ട് എൻ്റെ ഫ്രണ്ടാണ് ഇതൊക്കെ ഇവിടെ എത്തിച്ചു തന്നേക്കുന്നത്. അപ്പോൾ കൂട്ടത്തിൽ ഈ ഒരു വിത്തുണ്ട്. നമുക്കപ്പോൾ ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാം. അപ്പോൾ ആഹിൽ ഇതെല്ലാം കൂടി ഫസ്റ്റ് ഫ്ലോറിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് മേളിലേക്ക് എത്തിച്ചത് ഞാനാണ് കേട്ടോ. ഇവിടെ ആകുമ്പോൾ അത്യാവശ്യം നല്ല വെയിലൊക്കെ കിട്ടും. ചെടികൾ നന്നായിട്ട് വളരുകയും ചെയ്യും. അപ്പോൾ ഇതെല്ലാം കൂടി സേഫായിട്ട് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. താഴേന്ന് വെച്ചാൽ നമുക്ക് ലിമിറ്റഡ് ആയിട്ടുള്ള പ്ലേസേ ഉള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ മേളിലേക്ക് എത്തിച്ചേക്കുന്നത്. അപ്പോൾ തൈകളൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അപ്പം ഇതൊക്കെ എവിടേക്കൊന്ന് നട്ടുകൊടുക്കുമെന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് കേട്ടോ നമ്മൾ ഡ്രമ്മിൽ തന്നെ കുറച്ച് സ്ഥലമുണ്ടല്ലോ വേപ്പിൻ തൈ നട്ട് കൊടുത്തെടുത്ത്. അപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ 2-3 എണ്ണൊക്കെ ഒന്ന് നടാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ തന്നെ വഴുതനങ്ങയാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ വഴുതനങ്ങ നല്ല ഹെൽത്തി ആയിട്ടിരിക്കുന്നുണ്ട്. ചെറിയൊരു വാട്ടം ഉള്ളത് വെണ്ടയ്ക്കൊക്കെ മാത്രമാണ് കേട്ടോ. ബാക്കിയെല്ലാം നല്ല ഹെൽത്തി ആയിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഓരോന്നായിട്ടൊന്ന് നട്ട് കൊടുക്കാട്ടോ ഡ്രമ്മിൽ. അപ്പോൾ വേപ്പിൻ തൈൻ്റെ ഒപ്പം ഈ ഒരു വഴുതനങ്ങയും കൂടി വളർന്നു വന്നോളൂ. അപ്പോൾ നോക്കിയേ ഓരോന്നിലും നട്ടു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഫ്രീ ആയിട്ട് കൊണ്ടുവന്ന ഒന്നുമില്ലാണ്ട് നമ്മൾ കൊണ്ടുവന്നല്ലോ, അതിലും വഴുതനങ്ങത്തായി നട്ടു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നന്നായിട്ട് ഉണ്ടാവും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ ഇവിടെ നടുമെന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇവിടേക്ക് ഓരോരോ പോട്ടിൽ ചെറിയ സ്പേസ് ഉണ്ടായിരുന്നു കേട്ടോ. മുളകും തൈ നിൽക്കുന്നത് തന്നെയാണ്. അപ്പം ഞാൻ അതിലൊക്കെ ഒന്ന് നട്ടു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൽ പിന്നെ അഡീഷണൽ വളമൊന്നും ചേർക്കേണ്ട കാര്യമില്ല. ഓൾറെഡി അത് നിൽക്കുന്നത് നമ്മുടെ ബയോബിനിലെ വളത്തിലാണ്. അപ്പോൾ പിന്നെ അധികമൊന്നും വളം വേണ്ട കേട്ടോ. പിന്നെ ഇവിടേക്ക് ഒന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആലിം എൻ്റെ പുറകെ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവിടേക്കൊന്ന് നനച്ചു കൊടുക്കണ്ട കേട്ടോ. ചെറുതായിട്ട് നനച്ചു കൊടുക്കുന്നുള്ളൂ. ഓൾറെഡി അത്യാവശ്യം നനച്ചിട്ടാണ് ഞാൻ മേളിലേക്ക് കൊണ്ടുവന്നത്. അപ്പം നട്ടു കൊടുത്തോണ്ട് ഒരിത്തിരിയും കൂടി വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കുന്നുണ്ടേ. അപ്പം ഈ ഒരു സമയം എൻ്റെ കൂടെ ആലിമും കൂടി ഉണ്ട് കേട്ടോ. ആഹില് ക്ലാസ്സിലേക്ക് പോയിട്ടുണ്ട്. ആലിമിനെ അംഗൻവാടിയിലേക്ക് വിടാനായിട്ടില്ല. അപ്പം മേളിൽ നിന്ന് ബാക്കിയുള്ള തൈകളൊക്കെ എടുത്തുകൊണ്ട് വരാൻ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ ആലിമ്. അപ്പോൾ വീട്ടിലുള്ള ദിവസമാണെങ്കിൽ ആലിം എൻ്റെ കൂടെ തന്നെ ആയിരിക്കും കേട്ടോ. ചെടികളാണെങ്കിൽ ചെടികളുടെ കൂടെ ഇങ്ങനെ നടന്നോളും. ആൾക്ക് ഇഷ്ടമാണ് ഇങ്ങനെയുള്ള ജോലികളൊക്കെ ചെയ്യാനായിട്ട്.
ഇനിയിപ്പോൾ ബാക്കിയുള്ളത് നമുക്കിതാ ഇവിടേക്ക് ഒന്ന് നട്ടു കൊടുക്കാം. നമ്മൾ കഴിഞ്ഞ ദിവസം ഇവിടെയൊക്കെ ക്ലീൻ ചെയ്തായിരുന്നല്ലോ, കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതിലേക്ക് ഒന്ന് നട്ടു കൊടുക്കാം. കുറച്ച് സ്പേസ് ഒക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതേപോലെ പച്ചക്കറി എന്തെങ്കിലുമൊക്കെ നട്ടു കൊടുക്കാം എന്ന് വിചാരിച്ചു കൂടിയാണ് ഞാൻ അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തത്. പിന്നെ ഇതിൽ കുറച്ച് തൈകൾ ഉമ്മച്ചിക്കും കൊടുക്കണം കേട്ടോ. ഉമ്മച്ചി വഴുതനങ്ങ തൈയാണ് മെയിനായിട്ട് പറഞ്ഞേക്കുന്നത്, എങ്കിലും ഉള്ളതുപോലെ നമുക്ക് കൊടുക്കാം ഓരോന്നിന്നും. അപ്പോൾ ദാ ഇവിടേക്കൊന്ന് നട്ടു കൊടുക്കട്ടെ കേട്ടോ. തക്കാളി തൈകൾ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. എല്ലാ ചെടിച്ചട്ടിയിലും തക്കാളി തൈകൾ പിടിച്ചു നിൽക്കുന്ന കാണാം. നമ്മൾ ഒന്നാമതിൽ തക്കാളി ചീത്തതായിട്ടാണെങ്കിൽ നേരെ ബയോബില്ലായിരിക്കും കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു വളത്തിൻ്റെ ഉള്ളിൽ കൂടി കിടക്കുമ്പോൾ കുറച്ചും കൂടി ഹെൽത്തി ആയിട്ടായിരിക്കും കേട്ടോ അതിൻ്റെ വിത്തുകൾ വരുന്നത്. അപ്പം നല്ല തൈകളാണ് നമുക്ക് കിട്ടാറ്. എങ്കിലും കിട്ടിയപ്പോൾ ഞാൻ എന്താ അങ്ങനെ അതും കൂടി നട്ടുവയ്ക്കുന്നുണ്ടേ. അപ്പം നോക്കിയേ, ഗ്യാപ്പ് ഉള്ളിടത്തൊക്കെ നമ്മൾ നട്ടു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഗ്യാപ്പ് കിട്ടിയായിരുന്നേ, അവിടെയൊക്കെ നട്ടു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യത്തിന് നല്ലപോലെ വെയിലും കിട്ടും. അപ്പോൾ ഈ ഒരു സമയം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടാതെ വീഡിയോ കാണുമ്പോൾ തന്നെ ലൈക്ക് ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. നമ്മളുടെ വീടിൻ്റെ ലെഫ്റ്റ് സൈഡാണ് കേട്ടോ ഈ ഒരു ചെടികളൊക്കെ ഞാൻ നട്ടു കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു സൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വെയിലധികം കിട്ടാത്തൊരു ഏരിയ ആണ്. അപ്പോൾ ഇപ്പുറത്തെ പറമ്പിൽ ഒരുപാട് മരങ്ങൾ ഉണ്ടായിരുന്നേ. അപ്പോൾ അത് കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് കട്ട് ചെയ്തായിരുന്നു. അപ്പോൾ അത്യാവശ്യം വെയിൽ കിട്ടും കേട്ടോ. എന്നാൽ സഹിക്കാൻ പറ്റാത്ത വെയിലൊന്നും അല്ല, ഒരു ഷെയ്ഡോട് കൂടിയുള്ള വെയിൽ കിട്ടും. അപ്പോൾ അതൊക്കെ ധാരാളമാണ് ഈ ഒരു ചെടികളൊക്കെ നന്നായിട്ട് വളർന്നു വരാനായിട്ട്. എൻ്റെ അടുത്ത് മുമ്പൊരു മരവഴുതനങ്ങ എന്ന് പറഞ്ഞിട്ടൊരു വഴുതനങ്ങ ഉണ്ടായിരുന്നേ. നല്ല വൈറ്റ് കളറിൽ തക്കാളി പോലെ ഇരിക്കും കേട്ടോ. പക്ഷെ അതൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് പോയ കേട്ടോ. മരം പോലെ ആകുമായിരുന്നു, സൂപ്പറായിരുന്നേ. പക്ഷെ ഒരു വിത്ത് പോലെ എനിക്ക് എടുത്ത് വെക്കാൻ പറ്റിയില്ലായിരുന്നു. അങ്ങനെ ചെടികളൊക്കെ നമ്മൾ നട്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഉള്ളത് വിത്തുകളാണേ. അപ്പോൾ ഈ ഒരു വിത്തുകൾ നമുക്ക് താഴെ തന്നെ നട്ട് കൊടുക്കാം കേട്ടോ. ഓരോ കുഴി എടുത്തിട്ട് നമുക്ക് ഓരോന്നായിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ഒരു വൈറ്റ് മുളകിൽ നിന്നൊക്കെ എനിക്ക് നല്ലോണം മുളക് കിട്ടുന്നതാണ് കേട്ടോ. ഞാനിപ്പോൾ മിക്കപ്പോഴും ഇവിടെ നിന്നൊക്കെ തന്നെയാണ് പച്ചമുളക് എടുക്കുന്നത്. നമുക്ക് പുറത്തുനിന്ന് വാങ്ങിക്കേണ്ട ഒരു ആവശ്യം വരണില്ല. ആ ഒരു തുളസി തൈ നട്ടുപിടിപ്പിച്ചിരിക്കുന്നത് ലവ് ബേർഡ്സിന് വേണ്ടിയിട്ടാണ് കേട്ടോ. പനിക്കൂർക്കയും തുളസിയൊക്കെ ലവ് ബേർഡ്സിനായിട്ടുള്ളതാണേ. പിന്നെ അത്യാവശ്യം വരുമ്പോൾ നമ്മളും എടുക്കും കേട്ടോ. കുട്ടികൾക്ക് വയ്യാണ്ടൊക്കെ വരുമ്പോൾ ഇവിടെ നിന്ന് എടുക്കാറുണ്ട്. ഇനിയിപ്പോൾ അവസാനമായിട്ട് നമുക്ക് ചെടികളൊക്കെ ഒന്ന് നനച്ചു കൊടുക്കാം കേട്ടോ. ലൈറ്റായിട്ട് മാത്രമേ വെള്ളമൊഴിച്ച് കൊടുക്കുന്നുള്ളൂ കേട്ടോ. കാരണം ചെടികളൊക്കെ നട്ടിട്ടേ ഉള്ളൂ, ചെറിയ പ്ലാന്റും ആണല്ലോ, പെട്ടെന്ന് തന്നെ ഒടിഞ്ഞു വീഴാനൊക്കെ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ലൈറ്റായിട്ടൊന്ന് നനച്ചു കൊടുക്കുന്നുണ്ടേ. കൂട്ടത്തിൽ മറ്റുള്ള ചെടികളൊന്നും ഓടിച്ചിട്ട് നനച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്ര ഉള്ളോട്ടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്.